ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന ഏറ്റവും പ്രായാധിക്യമുള്ള ഒരു നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദേശീയ പ്രസിഡൻ്റാണ്. കൂടാതെ അദ്ദേഹം നിരവധി വർഷങ്ങൾ ഏതാണ്ട് 50-60ഓളം വർഷങ്ങൾ രാഷ്ട്രീയത്തിൽ വലിയ പാരമ്പര്യമുള്ള പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രസംഗം രാജ്യസഭയിൽ നടത്തി. ആ പ്രസംഗം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരനുഭവമായിരുന്നു എന്നുള്ളത് നിങ്ങളെല്ലാം അറിയണം. ഇന്ന് നമ്മുടെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. പക്ഷേ ആ സ്വാതന്ത്ര്യ ദിനത്തിലും ഇന്ത്യ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നും ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിൽ എത്ര വലിയവനായാലും ഏൽക്കേണ്ടി വരുന്നു എന്ന് പറയാനുള്ള ദുഃഖകരമായ കാര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം പറഞ്ഞത് മറ്റ് ജാതി വിഭാഗങ്ങളെയോ BJP ഒന്നും ഞാൻ കുറ്റപ്പെടുത്താനില്ല എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ അദ്ദേഹം പറഞ്ഞത് ഒരു ദളിതനെന്ന പേരിൽ ആരുടെയും സംരക്ഷണം ഞാൻ ഇതുവരെ തേടിയിട്ടില്ല. തൻ്റെ പ്രസംഗത്തിന് ശേഷം വേദി ശുദ്ധമാക്കാൻ അവർ ഹോമം നടത്തി. ഇതാണോ ജനാധിപത്യത്തിൻ്റെ രീതി? മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ചിലർ ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്ത് ദളിതർക്ക് ഇടമില്ലാതായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഭരണഘടനയെ ഇങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കുന്നത്? ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ മല്ലികാർജുൻ ഖാർഗെ ആരാണ് എന്നുകൂടി ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ സംഭവത്തിലേക്ക് വരാം. 1942 ജനിച്ചു വീണ ഒരാളാണ് മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹത്തിന് 1948 അദ്ദേഹത്തിന് 6 വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടമായി. ആ അമ്മയെ നഷ്ടമാകാനുള്ള കാരണം കർണാടകയിൽ കല്യാണ കർണാടക എന്ന് പറയുന്ന പ്രദേശത്ത് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ഹൈദരാബാദ് നിസാമായിരുന്നു. ആ ഹൈദരാബാദ് നിസാമിൻ്റെ സ്വന്തം സേന, അദ്ദേഹത്തിൻ്റെ സ്വന്തം സേനയായിട്ടുള്ള റാസാഗാഡ് എന്ന് പറയുന്ന സൈന്യം യഥാർത്ഥത്തിൽ വന്ന് അവിടെയുള്ള കുടിലുകൾക്കെല്ലാം തീയിട്ടു. അങ്ങനെ തീയിട്ടപ്പോൾ ആ തീയിൽപ്പെട്ടാണ് ഈ അമ്മ വെന്തു മരിച്ചത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. 1900 ഇതിനിടയിൽ അദ്ദേഹം ബുദ്ധിമുട്ടി പഠിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ചു. അങ്ങനെ അദ്ദേഹം വലിയ യാതനകളിലൂടെ പഠിച്ചാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അഡ്വക്കേറ്റായി മാറിയത്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഓടിപ്പോകുന്നത് കണ്ടു. പിന്നീട് നോക്കിയപ്പോൾ എൻ്റെ വീട് ചാരമായി കിടക്കുന്നത് ആണ് ഞാൻ കണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം 1972 മുതൽ 2008 വരെ 36 കൊല്ലത്തോളം ഒരേ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് 10 തവണ ജയിച്ച MLA ആയിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ വഹിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റാണ് എന്നുള്ളത് നിങ്ങളറിയണം. അതായത് ദാമോദര സജീവ് അയ്യർക്കും അതിനുശേഷം ബാബു ജഗജീവൻ റാമിനും ശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ദളിത് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. ആ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് വെച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള കാരണം അടുത്ത കൊല്ലം ഉത്തർപ്രദേശിലും അതുപോലെ ഉത്തരാഖണ്ഡിലുമൊക്കെ ഇലക്ഷൻ നടക്കുകയാണ്. ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിരുന്നു ഉത്തരാഖണ്ഡ്, അത് വേറിട്ട് പോയതാണ്, ഇപ്പോൾ പുതിയ സംസ്ഥാനമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ട് ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. പങ്കെടുത്ത് പോകുന്നതിന് ശേഷം യഥാർത്ഥത്തിൽ അവിടെയുള്ള ചില ആളുകൾ, അവരുടെ പേരെന്ന് പറയുന്നത് ശ്രീരാമസേന ധർമാത്ര നോവ ന്യാസ് എന്നാണ്. ധർമാത്ര നോവ ന്യാസ് എന്ന് പറയുന്ന ശ്രീരാമസേനക്കാർ അവിടെ ശുദ്ധീകരണം നടത്തി, കൂടാതെ ഹോമവും നടത്തി. എന്ന് പറഞ്ഞാൽ ഒരു ദളിതനായ ആൾ അവിടെ വന്ന് പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ടാണ്. അത് മല്ലികാർജുൻ ഖാർഗെയാണ്. ജീവിതത്തിൽ എത്ര ഉയർന്നാലും ജാതി ഒരാളെ വിടാതെ പിന്തുടരുമെന്നും ആ ജാതിയുടെ കറുത്ത കരങ്ങൾ ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടുമെന്നുമുള്ളതിന് ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാജ്യസഭയിലെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെ. ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന ഒരാളാണ്. ഇതിനിവർ ന്യായമായി പറഞ്ഞിട്ടുള്ളത് ഇത് സാംസ്കാരിക പരിപാടികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട സ്ഥലമാണ്, അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ചു അതുകൊണ്ടാണെന്നാണ്. അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ പോലും ഇവരാരാണ് അവിടെ ശുദ്ധീകലശം നടത്താനും അതുപോലെ തന്നെ ഈ പറയുന്ന ഹോമം നടത്താനും എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. BJPയുടെ അടക്കം JP നഡ്ഡ അടക്കം ഞങ്ങൾക്കിതിൽ പങ്കില്ലെന്നും നടന്നത് അപലപനീയമാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊരു FIR പോലും എടുത്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ജാതീയമായ അധിക്ഷേപത്തിന് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ വശംവദനായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇത് പക്ഷേ പുതിയൊരു കാര്യമല്ല.
രാഷ്ട്രപതി ദ്രൗപദി മുർമു ജഗന്നാഥ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പലക വെച്ചിട്ട് പുറകിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു എന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ നിങ്ങൾ രാഷ്ട്രപതിയാണെങ്കിലും കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ആണെങ്കിലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റുവേഷൻ. 80 കൊല്ലത്തെ നമ്മുടെ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യം കിട്ടാത്ത മനുഷ്യരെ കാണാത്ത ഒരു ജനത ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നു. ജാതി അതിഭീകരമായി നമ്മളെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിങ്ങൾ അറിയേണ്ടത്, ഇത് ഈ പറയുന്ന കാര്യങ്ങളിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇന്ത്യയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിന് BJPയും അതുപോലെ തന്നെ സംഘപരിവാറും ഒക്കെ മറുപടി പറയേണ്ടി വരും. ഈ പ്രതിഷേധം ജൻസി അടക്കമുള്ള പ്രക്ഷോഭത്തിൽ വലിയ തിരിച്ചടിയേറ്റത്ത് നിൽക്കുന്ന BJP ആണ്. അവർ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ജാതിയോ മതമോ കളറോ വംശമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിനിടയിൽ BJP തന്നെ ചെറിയൊരു പരിശ്രമം കൂടി നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഹടാവോ ആന്തോളൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വരികയും അതിന് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ 60-70 ലക്ഷത്തോളം പേർ ഫോളോവേഴ്സായി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതായത് ഈ വരുന്ന ജൻസി കുട്ടികളെ തന്നെ റിസർവേഷനാണ് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമവും വിജയിച്ചില്ല. ഏറ്റവും ഒടുവിൽ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത് RSSൻ്റെ ചീഫ് തന്നെ വന്നിരുന്നു നമ്മളോട് പറഞ്ഞത് റിസർവേഷൻ കണ്ടിന്യൂ ചെയ്യണം, തുടരണം എന്നുള്ളതാണ്. പക്ഷേ ഇത് ഇപ്പോൾ സ്വന്തം കാലിൽ വെടിവെക്കുന്നൊരു പരിപാടിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഹിന്ദു യൂണിറ്റി വേണം, ഐക്യം വേണം, നമ്മളെല്ലാവരും മറ്റ് ചില മതങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കാനാണ് RSSകൾ ശ്രമിച്ചിരുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെയുടെ അടക്കമുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങളാരും വിചാരിച്ചു കളയരുത് ഞാൻ ഈ പറഞ്ഞ ദ്രൗപദി മുർമുവിനും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെക്കുമൊക്കെ മാത്രമാണ് ഇത് നേരിടേണ്ടി വരുന്നതെന്ന്. അവരൊക്കെ നേരിടുന്നത് നമ്മൾ അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നിരവധി ആളുകൾക്ക് ഇത് നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്നറിയണം. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കുകളൊന്നും വായിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ടത് വളരെ വളരെ നീചമായി ഈ സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾക്കടക്കം നിങ്ങൾ അറിയേണ്ടത് വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദു സമുദായത്തിനകത്ത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ തിരിച്ചുകൊണ്ട് പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ആളുകളെ വേർതിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ വേർതിരിക്കുന്ന പരിപാടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെയൊക്കെ ഉള്ളിൽ അതുണ്ട്. അഭിജിത് ദീപ്കെ അമേരിക്കയിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു MP ചോദിച്ചത്, BJPയുടെ MP ചോദിച്ചത് എങ്ങനെയാണ് അഭിജിത് ദീപ്കയ്ക്ക് അമേരിക്കയിൽ പഠിക്കാൻ കഴിയുന്നതെന്നാണ്. പണ്ടൊരിക്കൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഹൽവ ഉണ്ടാക്കുന്നൊരു പരിപാടിയുണ്ട് ബഡ്ജറ്റിന് മുമ്പ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ അന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ 90ഓളം വരുന്ന സെക്രട്ടറിമാരിൽ കേവലം 7 പേർ മാത്രം, അതായത് 3 പേർ ദളിത്, 3 പേർ OBC, ഒരാൾ ആദിവാസി ഒഴികെ ബാക്കി എല്ലാവരും സവർണരായത് എങ്ങനെ എന്നുള്ളത് ചോദിച്ചതാണ്. 5 മുതൽ 7% വരെയുള്ള ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത് മാത്രം ഈ പറയുന്ന പോലെ OBCയും ദളിതും അതുപോലെ ആദിവാസിയും കൂടി ചേർന്നാണെങ്കിൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ബാക്കി 94%, 93% പേരും സവർണ സെക്രട്ടറിമാരായത് എങ്ങനെയെന്നുള്ളത് ചോദിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ ജാതിപരമായിട്ടുള്ള വിദ്വേഷവും അധിക്ഷേപവും ഓരോരുത്തരുടെ മനസ്സിലും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണിത്. അത് കൂട്ടാൻ 2014 മുതൽ വളരെ നന്നായിട്ടുള്ളൊരു ശ്രമം സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ തന്നെ അതുണ്ട്. RSSൻ്റെ ചീഫായി ഇന്നുവരെ വന്നേക്കണവരിൽ ഒരാൾ പോലും ദളിതനില്ലെന്നും അത് ചിപ്പാവൻ ബ്രാഹ്മൺസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്തതുപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഹിന്ദു യൂണിറ്റിയും ഐക്യവും മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷവും ഒക്കെ വെറും തട്ടിപ്പാടെന്നും ഇവരുടെ ഉള്ളിൽ നിങ്ങൾ അറിയേണ്ടത് ഇതുപോലെയുള്ള നിരവധി പറയുന്ന പോലെ ലെയറുകളുണ്ടെന്നും ആ ലെയറുകളിൽ പെട്ടുകൊണ്ടാണ് സാധാരണക്കാരായ ഹിന്ദുക്കളെ ഇവർ കാണുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ അറിയണം. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം. 1927 മാർച്ച് 20 BR അംബേദ്കർ മഹത് എന്ന സ്ഥലത്ത് ഒരു കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ സമ്മതിക്കാത്തതിനെതിരെ മഹത് സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സവർണ വിഭാഗത്തിൽപ്പെട്ടവർ ആ സത്യാഗ്രഹം സംഘടിപ്പിക്കുകയും അവിടെ നിന്ന് വെള്ളമെടുക്കുകയും ചെയ്തുകൊണ്ട് സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മനുഷ്യ സ്പർശം കൊണ്ട്, അതായത് സാധാരണക്കാരായിട്ടുള്ള
ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങളിലെ ആളുകൾ വന്ന് അവിടെ നിന്ന് വെള്ളമെടുത്തതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ മനുഷ്യ സ്പർശം കൊണ്ട് അശുദ്ധമായ സ്ഥലത്തെ നീറ്റാക്കാൻ വേണ്ടി ചെയ്തത് ഗോമൂത്രവും ചാണകവും തളിക്കുകയായിരുന്നു. അതിനകത്തുനിന്ന് നിങ്ങൾ അറിയണം. അങ്ങനെ ഗോമൂത്രവും ചാണകവും നിങ്ങളുടെ സ്പർശത്തെക്കാൾ മനോഹരമാണ് എന്ന് പറയുന്ന BJPയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ തുറന്നു കാണിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ ഈ സംഭവം കൂടി ചെയ്തത്. യഥാർത്ഥത്തിൽ BJP ചെയ്തിരിക്കുന്നത് സ്വന്തം കാലിൽ വെടിവെക്കുന്നതാണ്. ഇതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ തിരിച്ചടി കൃത്യമായിട്ട് ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും കൂടി കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.